ജയിൽ എന്ന് പറയുന്നത് ഏവർക്കും കുറച്ച് പേടിയുള്ള ഒരിടം തന്നെയാണ്. അവിടുത്തെ ശിക്ഷാരീതികളും നടപടികളുമൊക്കെ വളരെയധികം ഭയപ്പെടുത്തുന്നതുമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജയിലുകളിലെ സ്ഥിതി വ്യത്യസ്തമാണ്. പണ്ട് കാലത്തെ ജയിലറകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നൊരു പക്ഷേ അത്രത്തോളം ഭയപ്പെടുത്തുന്ന ശിക്ഷാരീതികളൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ചില ജയിലുകൾ വ്യത്യസ്തമായിരിക്കും. അതിൻ്റെ രൂപഘടന കൊണ്ടോ സുരക്ഷ കൊണ്ടോ അങ്ങനെ ഓരോ രീതികളിലും വ്യത്യസ്തമായിരിക്കും. എന്നാൽ പ്രേതങ്ങൾ കാരണം വ്യത്യസ്തമായ ഒരു ജയിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയും ഒരു ജയിലുണ്ട്. പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുൻ അമേരിക്കൻ ജയിലാണ് ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻഷ്യറി. 1829നും 1971നും ഇടയിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. തടവിലാക്കപ്പെട്ട കുറ്റവാളികൾക്ക് ക്രൂരമായ ശിക്ഷാവിധികൾ നടത്തിക്കൊണ്ടിരുന്ന മറ്റ് ജയിലുകൾക്ക് വിഭിന്നമായി ഏകാന്തവാസത്തിലൂടെ കുറ്റവാളികൾക്ക് ആത്മാർത്ഥമായ കുറ്റബോധവും കരുണയും തോന്നണം എന്ന ഉദ്ദേശത്തിലാണ് അമേരിക്കയിലെ ഏറ്റവും ചിലവേറിയ കെട്ടിടങ്ങളിലൊന്നായ ഈ ജയിൽ അക്കാലത്ത് നിർമ്മിക്കുന്നത്. 70,000-ത്തിലധികം തടവുകാരെ ഇവിടെ പാർപ്പിച്ചിരുന്നതായാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. കുപ്രസിദ്ധ മയക്കുമരുന്ന് വിൽപ്പനക്കാരനിൽ ഒരാളായ അൽ കാപ്പോൺ അതിൽ ഒരാളായിരുന്നു. മറ്റ് ജയിലുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കണമെന്ന ഉദ്ദേശത്തിലാണ് ഈ ജയിലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് എങ്കിലും പോകെ പോകെ ഇവിടെയും കർശനമായ നിയമങ്ങൾക്ക് വിധേയമായി തന്നെയായിരുന്നു ഈ ജയിലും പ്രവർത്തിച്ചിരുന്നത്. ഏകാന്ത തടവായിരുന്നു അവിടുത്തെ പ്രധാന ശിക്ഷാരീതി. അന്തേവാസികൾക്ക് പരസ്പരം സംസാരിക്കാൻ പോലും അനുവാദമുണ്ടായിരുന്നില്ല. മുഖം മൂടിക്കെട്ടിയാണ് അവരെ പുറത്തുപോലും ഇറക്കിയിരുന്നത്. ഓരോ സെല്ലിലും 30 മീറ്റർ ഉയരത്തിൽ ഒരു ടോയ്ലറ്റും വെളിച്ചം കടക്കാൻ പാകത്തിന് ചെറിയൊരു ദ്വാരവും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനെ പെൻസിൽവാനിയ ശിക്ഷാരീതി എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. ഈ ശിക്ഷാരീതി തടവുകാരിൽ പലവിധ മാനസിക രോഗങ്ങൾക്കും കാരണമായി എന്നാണ് പറയുന്നത്. തടവുകാർക്ക് വീട്ടുകാരുമായോ പുറം ലോകമായോ യാതൊരുവിധ ബന്ധവും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്നും വരുന്ന കത്തുകളോ പുസ്തകങ്ങളോ പോലും വായിക്കാനുള്ള അനുമതി നിഷേധിച്ചിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ സന്ദർശകരെ പോലും അനുവദിക്കാതെ പുരുഷന്മാരെയും സ്ത്രീകളെയും തടഞ്ഞു വെച്ചതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ജയിലിൻ്റെ ക്രൂരമായ നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരുന്നപ്പോഴും അവിടെ കൂടുതൽ സെൽ ബ്ലോക്കുകൾ നിർമ്മിക്കുകയാണ് അധികാരികൾ ചെയ്തത്. പഴയതിനേക്കാൾ ചെറുതും വെളിച്ചം കടക്കാത്ത സെല്ലുകളുമായിരുന്നു പുതുതായി പണിതത്. ജയിലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നതിൻ്റെ ഭാഗമായി അതുവരെ നടപ്പാക്കിക്കൊണ്ടിരുന്ന പെൻസിൽവാനിയ സമ്പ്രദായം 1913 ഉപേക്ഷിക്കപ്പെട്ടു. അടിസ്ഥാനപരമായി ഈ ജയിലിൻ്റെ ആശയം പരാജയമായിരുന്നു. പിന്നീട് 1960കളിലെ ഈ ജയിലിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നതിനെ തുടർന്ന് അടച്ചിടുകയായിരുന്നു. പിന്നീട് 1994 വിദേശികൾക്കായി പെനിറ്റൻഷ്യറി ആദ്യമായി തുറന്നുകൊടുത്തു. 1997 മ്യൂസിയമായി പ്രവർത്തിക്കാൻ 20 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു. ഇന്ന് ഈ ജയിൽ ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതിനുശേഷം ഇവിടെ സന്ദർശിക്കുന്ന സന്ദർശകരും ജീവനക്കാരും ഗവേഷകരും നിരവധി അസ്വാഭാവിക സംഭവങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ജയിലിൽ നിന്നും വിശദീകരിക്കാനാവാത്ത വിധത്തിലുള്ള ശബ്ദങ്ങൾ കേട്ടവരുണ്ട്. ജയിലിൻ്റെ മതിലുകളിൽ നിന്ന് ചിരിയും അലർച്ചയും മറ്റു ശബ്ദങ്ങളും കേട്ടതായി പല വിനോദസഞ്ചാരികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ ജയിൽ ചുമരുകളിൽ നിഴൽ കണ്ടതായും ജയിലിൽ നിന്ന് കാൽപ്പാടുകൾ, കരച്ചിൽ, മന്ത്രിക്കുന്ന ശബ്ദങ്ങൾ, ഇങ്ങനെ അസ്വാഭാവികമായ പലതും അവിടം സന്ദർശിക്കുന്നവർ പറയാൻ തുടങ്ങി. എന്നാൽ ഇതിനേക്കാളേറെ പേടിപ്പെടുത്തുന്നത് മറ്റൊരു സംഭവമാണ്. ജയിലിൽ അറ്റകുറ്റപ്പണിക്കായി വന്ന ലോക്ക് സ്മിത്ത് എന്ന തൊഴിലാളി സെൽ നമ്പർ 4-ൽ ഏതാണ്ട് 140 വർഷം പഴക്കമുള്ള ഒരു താഴ് തുറക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ വല്ലാതൊരു ബലം അനുഭവപ്പെടുകയും 1 ഇഞ്ച് പോലും അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു.
ഈ സംഭവത്തിന് ശേഷമാണ് അവിടെ മറ്റു പല അസ്വാഭാവിക സംഭവങ്ങളും അരങ്ങേറാൻ തുടങ്ങിയത്. ലോക്ക് സ്മിത്ത് ജയിൽ തുറക്കുന്ന സമയത്ത് ജയിലിൽ കുടുങ്ങിക്കിടന്ന ആത്മാക്കളെ സ്വതന്ത്രരാക്കിയതാണ് ഇതിനെല്ലാം കാരണമെന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്രജ്ഞർ പോലുമുണ്ട്. ജയിലിന്റെ പരുക്കൻ ചുമരുകളിൽ പ്രേതമുഖങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ഞൊടിയിടയിൽ അവ അപ്രത്യക്ഷമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചിലർ സാക്ഷ്യം വഹിക്കുന്നു. ഇതുപോലെ നിരവധി സംഭവങ്ങളായപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം തന്നെ ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായെങ്കിലും അവരാരും തന്നെ അസ്വാഭാവികതയുണ്ടെന്ന് നിരസിച്ചില്ല. അവിടുത്തെ സ്റ്റാഫുകളും തൊഴിലാളികളും അവിടെ പ്രേതബാധ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുകയും കൂടുതൽ വിദേശികളെ അവിടേക്ക് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെയെന്നും പറയുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്നത് ഇന്നും ആർക്കും അറിയില്ല. ഈ അമേരിക്കൻ ജയിലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന പ്രേതാനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.